ഈ കണ്ണാഗ്രഹിച്ചതൊന്നും ഞാൻ കണ്ണിനെ നിഷേധിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്തൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ആഗ്രഹിക്കാവുന്ന എല്ലാം നേടിയൊരു മനുഷ്യനാണ്. അവസാനം പറയും, ഇപ്പോഴെനിക്ക് മായയായിട്ട് തോന്നണത്, മായ സർവ്വതും മായ എന്ന് പറയും. നമ്മുടെ സഭാപ്രസംഗി 3-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ മായ 1-ാം വാക്യത്തിലുണ്ട്. ഇന്ന് സഭാപ്രസംഗിയുടെ 1-ാം അധ്യായം മുതൽ തന്നെ കിടപ്പുണ്ടത്. കാര്യം എന്താ? 1:10 വരുമ്പോൾ അതായത് എപ്പോഴും മായ അല്ലാത്ത നമ്മൾ 70 കൊല്ലം ഇവിടെ ജീവിച്ചിട്ട് നമ്മളെ പിരിഞ്ഞു പോകുമ്പോൾ എല്ലാം മായയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും വീണ്ടെടുപ്പിനും നമ്മുടെ ആത്മാവിന് എന്നാ വില? അതുകൊണ്ട് ആത്മാവിൻ്റെ വില നമ്മൾ ഇവിടുന്ന് മുൻകൂർ വാങ്ങിച്ചിട്ടാണ് ദൈവം നമ്മളെ ഏറ്റെടുക്കണത്. അതെൻ്റെ മക്കൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഏതെങ്കിലും അനുഗ്രഹം താമസിക്കുന്നത്, അനുഗ്രഹം ദൈവ തിരുസന്നിധിയിൽ ഒരു വിഷയം പോലുമല്ല എന്ന് പറയും. എന്താണ്? നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും അന്വേഷിക്കുക. അനുഗ്രഹം കോംപ്ലിമെൻ്റായിട്ട് നൽകുമെന്നാണ്. അത് വില കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് പറയണത്. അത് കോംപ്ലിമെൻ്റായിട്ട് ചേർത്ത് നൽകുമെന്നല്ലേ പറയണത്. ആദ്യം നിങ്ങൾ നിത്യത അന്വേഷിച്ചാൽ, നിത്യത എങ്ങനെ അന്വേഷിക്കാൻ പറ്റും? ദൈവത്തിൻ്റെ മനസ്സ്, ആദ്യം ദൈവരാജ്യത്തെയും ഒന്ന് പറഞ്ഞ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും അന്വേഷിക്കുക. ബാക്കിയുള്ളത് ചേർത്ത് നൽകും. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ 6:33 എപ്പോഴും കേൾക്കുന്ന വചനവാ. എന്താണ്? ആദ്യം പറഞ്ഞേ, ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും അന്വേഷിക്കുക. അപ്പൊ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി എന്താ? ദൈവരാജ്യം അന്വേഷിക്കുകയാണ്. ഉടമ്പടിയുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? ആദ്യം നിബന്ധനയാണ്, പിന്നെയാണ് നിയോഗങ്ങൾ ചേർത്ത് നൽകണതാണ്. എല്ലാ ഉടമ്പടി വചനങ്ങളാണ്. അതിൻ്റെ സ്ട്രക്ചറെല്ലാം ഉടമ്പടി ബേസാണ്. ഇപ്പം മത്തായി 6:30 മുതൽ എന്താ പറയണത്? ആദ്യം ദൈവരാജ്യത്തെ അന്വേഷിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ മനസ്സ് നിറവേറ്റുക. ദൈവത്തിൻ്റെ മനസ്സ് എങ്ങനെ അറിയാൻ പറ്റും? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അറിയാൻ പറ്റും. അത് തന്നെയാണ് അമ്മ പറയണത്, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. അത് തന്നെയാണ് അമ്മയെക്കുറിച്ച് പറയണത്. ആരാണ് എൻ്റെ അമ്മ? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവളാണ് എൻ്റെ അമ്മയെന്ന്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ തന്നെ ഒരു ഉടമ്പടിയാണ്. അമ്മ തന്നെ വാഗ്ദാന പേടകമാണ്. നമ്മുടെ ജീവിതത്തിലുമുള്ള ഫോർമുല അത് തന്നെയാണ്. നമ്മൾ വാഗ്ദാന പേടകമായി മാറുമ്പോൾ ബാക്കിയെല്ലാം നമ്മൾക്ക് ചേർത്ത് നൽകപ്പെടും. അതുകൊണ്ട് അച്ഛൻ എന്നാ പറയണമെന്നറിയാവോ? പ്രയോറിറ്റി വെക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെന്താ ചെയ്യണമെന്നറിയാവോ? ആദ്യം വെള്ളപ്പേപ്പറിലെ കാര്യമാണ് നോക്കണത്. വെള്ളപ്പേപ്പർ എന്താ ഉള്ളത്? നിയോഗങ്ങളാണ് ഉള്ളത്. നിയോഗം നിവർത്തിക്കേണ്ടത് അമ്മയുടെ ചുമതലയാണ്. അത് നമ്മുടെ ഡ്യൂട്ടി അല്ല. നിങ്ങൾ അതും വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്നറിയാവോ? പച്ചപ്പേപ്പർ നോക്കണം. എന്താണ്? ദൈവരാജ്യം അവിടെയാണ് ഉള്ളത്. ആദ്യമെന്ന് പറഞ്ഞിട്ടില്ലേ? ആദ്യമെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേക്കണ? മത്തായി 6:33 ആദ്യം ദൈവരാജ്യത്തെയും പറഞ്ഞേ അതിൻ്റെ നീതിയെക്കുറിച്ച് അന്വേഷിക്കുക, ബാക്കിയുള്ളത് ചേർത്ത് നൽകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴേ വെള്ളപ്പേപ്പറിലുള്ള കാര്യം 6 നമ്മൾ എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ ദൈവം 9 തന്നെന്ന് വരും. ചേർത്ത് നൽകണതാണത്. പക്ഷെ നിങ്ങളെന്ത് ചെയ്യുമെന്നറിയാവൂ? നിങ്ങൾ പ്രാർത്ഥിക്കാതെയും പരിശുദ്ധ പ്രവർത്തനം ചെയ്യാതെയും അതുപോലെ തന്നെ ആ കാരുണ്യ പ്രവൃത്തി ഉഴപ്പിയും ഒക്കെ എന്നിട്ട് നിങ്ങൾ ആ വെള്ള പേപ്പറുള്ള കാര്യം നടക്കണില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബേജാറാകുന്നത് കൊണ്ടാണ് ചില കാര്യങ്ങൾ താമസിക്കുന്നത്. അങ്ങനെ ദൈവത്തെ പരീക്ഷണത്തിന് എടുക്കരുത്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ, സ്തുതിക്കട്ടെ ഹല്ലേലൂയ,
സ്തുതിയുടെ ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. നമ്മൾ വളരെ ബുദ്ധിപരമായ ചില നീക്കങ്ങൾ ഉടമ്പടി എടുത്തവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശമാണ് അൾത്താരയിൽ നമുക്ക് അഭിഷേകമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ആണ് ഈ ക്ലാസ്സിൽ നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത്. കാര്യം ഇപ്പോഴും ഒരു ചേട്ടായി സാക്ഷ്യം പറഞ്ഞില്ലേ? എന്നാ സാക്ഷ്യം പറഞ്ഞത്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ആ സാക്ഷ്യം. ആ സാക്ഷ്യം അദ്ദേഹത്തിൻ്റെ ഒരു പ്രളയം കയറിയ ഒരു ഉറഞ്ഞ വീടാ ഇല്ലേ? പക്ഷെ ആ വീട് അദ്ദേഹത്തിന് വിൽക്കണം. പക്ഷേ അദ്ദേഹത്തിന് വേറൊരു വീട് എടുക്കണം. അപ്പോൾ ഞാൻ ആ സാക്ഷ്യം ഞാൻ റിജക്റ്റ് ചെയ്തതാണ്. കാര്യം അത് തിരുതിക്കല്ലേ. പെട്ടെന്ന് നോക്കുമ്പോൾ ആ സാക്ഷ്യത്തിൻ്റെ അകത്ത് ഞാൻ കണ്ടത് പഴയ വീട് വിറ്റെന്ന് മാത്രമേ കണ്ടുള്ളൂ. പിന്നെ എനിക്കെൻ്റെ മനസ്സിൽ എന്തോ ഉടക്കി പോയി. ഞാൻ വീണ്ടും ആ പഴയ റിജക്റ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് എടുത്തുവെച്ച് നോക്കി, വീണ്ടും വായിച്ച് നോക്കിയപ്പോൾ പുതിയ വീട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത് വിത്തിൻ നോ ടൈമാണ്. 10-18 കൊല്ലമായിട്ട് അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കണതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഇതുപോലുള്ള സാക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഉടമ്പടി നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്താ കാര്യത്തിൽ വെച്ചാൽ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന കത്തുന്ന പ്രശ്നങ്ങൾക്കാണ് അമ്മ ഡയറക്റ്റ് ഇടപെടുന്നത്. എൻ്റെ സമയമാണ് ഭയങ്കര രസം. വിതിൻ 6 മാസത്തിനുള്ളിൽ. എന്നാൽ പിന്നെ എവിടെയായിരുന്നു പണ്ട് എന്തുമാത്രം പ്രാർത്ഥന ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളതാണ് അയാൾ. അപ്പോഴയാളുടെ മനസ്സിലൊക്കെ പറഞ്ഞു ഇതാരും എടുക്കത്തില്ല, ഈ സ്ഥലം ഇത് ഉറഞ്ഞ സ്ഥലമാണ്, ഇത് വഴിയുമില്ല, ആൾക്കാർക്ക് ഒരു വർക്കത്തുമില്ല, ആരും വന്ന് വാങ്ങിക്കാനാ. അതുകൊണ്ട് മനസ്സിട്ട് ഞാൻ ഫയൽ ക്ലോസ് ചെയ്തതാണ്. ഉടമ്പടി എടുത്തപ്പോൾ അമ്മ പഴയ ഫയലൊക്കെ എടുക്കും, പഴയ ഫയലെല്ലാം എടുക്കും. എടുത്തതിന് ശേഷം അത് വിൽക്കുകയും ചെയ്തു, പുതിയ വീട് വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വഴികൾ ദൈവതിരുസന്നിധിയിലുണ്ട്. എപ്പോഴും കർത്താവിൻ്റെ വചനം പറയണത് എന്താണെന്നറിയാവോ? വഴി കാണിച്ചു തരാം, വഴി കാണിച്ചു തരാം. നമ്മുടെ ഒരു പ്രശ്നം അതാണല്ലോ. ഇപ്പോൾ പുറപ്പാട് 33:13 ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം. അത് തന്നെയാണല്ലോ നമ്മൾ സങ്കീർത്തനം 32:8 നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദിവ്യകാരുണ്യ ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സ്നേഹ, ഇതെൻ്റെ അമ്മ ഷീജ,
ഇത് എൻ്റെ അനിയത്തി മേഘ. ഞങ്ങൾ തൃശ്ശൂർ കാതികുടം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി തന്നെ ഇവിടെ നിൽക്കുന്നത് വളരെയധികം നന്ദി നിറഞ്ഞ മനസ്സോടു കൂടിയാണ്. അമ്മ മാതാവിൻ്റെ വലിയൊരു ഇടപെടലിലൂടെ കടന്നു പോയിട്ടാണ് ഞങ്ങൾ 3 പേരും ഈ അൾത്താരയിൽ, ദിവ്യമായ അൾത്താരയിൽ നിൽക്കുന്നത്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ്. 2019 ഉടമ്പടി എടുത്തത്. അപ്പോൾ മാതാവിനോടുള്ളൊരു ഭക്തിയുണ്ടെങ്കിലും കൃപാസന മാതാവിനോടുള്ള ഒരു വിശ്വാസവും പ്രാർത്ഥനയും ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നീട് 2023 എൻ്റെ അനിയത്തി ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് അവൾ IELTS വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പോൾ അവളുടെ ലെവൽ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായി മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം കാരണം അവൾക്ക് IELTS ഉയർന്ന സ്കോർ ലഭിക്കാനുണ്ടായത്. ആ ഒരു സംഭവത്തോടുകൂടി എനിക്ക് വളരെയധികം ആ സംഭവം എൻ്റെ മനസ്സിനെ സ്പർശിച്ചു. അങ്ങനെ ഞാനും ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ 2023 നവംബർ 7 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ആത്മീയമായ മേഖലയിൽ വളരെയധികം കുതിപ്പുകളാണ് ഉണ്ടായിരുന്നത്. കാരണം അത്രയും നാളും പ്രാർത്ഥനകളിലേക്ക് ചെല്ലുമെങ്കിലും ഈശോയോടോ മാതാവിനോടോ അങ്ങനെയുള്ളൊരു പ്രത്യേകമായ പേഴ്സണലായിട്ടുള്ളൊരു ബന്ധം വന്നത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. എന്നും ബൈബിൾ വായിക്കാനായാലും കുർബാനയ്ക്ക് പോകാനായാലും ആ കുർബാനയെ പ്രത്യേകമായി സ്നേഹിച്ചുകൊണ്ട് കുർബാനയ്ക്ക് പോകാനായിട്ട് ഉള്ളൊരു കഴിവ് കിട്ടി. അതേപോലെ തന്നെ ബൈബിൾ വായിക്കാനായാലും ഉള്ള കഴിവ് കിട്ടി. അങ്ങനെ ഇരിക്കെ എൻ്റെ അനിയത്തി വിദേശ രാജ്യത്ത് പഠിക്കാനായിട്ട് അവൾ ഇവിടെ BSW ബാച്ചലേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് പുറത്തേക്ക് നോക്കിയായിരുന്നു. ആദ്യം ഞങ്ങൾ നോക്കിയത് ന്യൂസിലാൻഡാണ്. അവിടെ ന്യൂസിലാൻഡിൽ ഉള്ളൊരു കോളേജിൽ ഞങ്ങൾ അപ്ലൈ ചെയ്ത് ഇതൊക്കെ ഈ സമയത്തൊക്കെ ഞങ്ങൾ മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ചു. ഓരോ സ്റ്റെപ്പിലും പ്രാർത്ഥിച്ചിട്ടാണ് ഉപ്പും ഈ രേഖകളിലൊക്കെ വിശുദ്ധ തൈലം പൂശിയും ഒക്കെയാണ് ഞങ്ങൾ ഇത് കൊടുത്തിരുന്നത്, രേഖകളൊക്കെ കൊടുത്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ന്യൂസിലാൻഡിലുള്ള ഒരു കോളേജിൽ അപ്ലൈ ചെയ്യുകയായിരുന്നു. അങ്ങനെ ചെയ്ത് അവിടുന്ന് ഓഫർ ലെറ്റർ കിട്ടി. ഞങ്ങൾ വിസയ്ക്കുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ നിന്നൊരു മെയിൽ വരാണ്, കോളേജിൽ നിന്ന് മെയിൽ വരാണ്, ഈ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാണ്, ഞങ്ങൾ ഇനി അടുത്ത കൊല്ലമാണ് ഈ കോഴ്സ് റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ വരികയാണ്. അത് കേട്ടപ്പോൾ ഇത്രയധികം കുറച്ച് നാളൊരു 3-4 മാസം ഇതിന് വേണ്ടി ഞങ്ങൾ കളഞ്ഞായിരുന്നു. അപ്പോൾ അത് ആ സമയം പോയി. പിന്നെയും ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. IELTSനും കുറച്ച് നാൾ പോയി. അപ്പം ഞങ്ങൾ കുറച്ച് നാൾ വിഷമിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ മാതാവ് വേറെ ഒരു സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇവളുടെ ഫ്രണ്ട് ഒരു ദിവസം വിളിക്കുകയുണ്ടായി, അയർലാൻഡിലുള്ള ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ആ അയർലാൻഡിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇവളുടെ ഫ്രണ്ട് പോയ ഏജൻസി വഴി തന്നെ ഞങ്ങൾ അപ്ലൈ ചെയ്ത് ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ ഒരു മാസത്തിനുള്ള തന്നെ ഓഫർ ലെറ്റർ വന്നു. പിന്നീട് ഞങ്ങൾ വിസയ്ക്കുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ലോണ് എടുക്കാനായിരുന്നു, എഡ്യൂക്കേഷൻ ലോൺ എടുക്കാനായിരുന്നു. പക്ഷെ അതിന് എഡ്യൂക്കേഷൻ ലോണിന് ബാങ്കുകാർ ഒരു പ്രത്യേക പെർസെൻറ്റേജ് തരുള്ളൂ, നമുക്ക് ലോണായിട്ട് തരുള്ളൂ. ബാക്കിയുള്ളത് നമ്മളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് തന്നെ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിനുള്ള ഞങ്ങളുടെ കയ്യിലാകെ ഉള്ളൊരു അസറ്റായിട്ടുള്ളത് ഒരു വീട് മാത്രമാണ്. വേറൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. വേറെ ഒരു അസറ്റ്, മാതാവ് ഈശോ എന്നുള്ളൊരു അസറ്റ് അല്ലാതെ വേറൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് എന്ത് ചെയ്യും, ലോണിനും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ഇതിനും എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞങ്ങൾ നിൽക്കുമ്പോഴാണ് അമ്മയുടെ ഒരു കസിൻ ഞങ്ങൾക്ക്, ഇപ്പോൾ UK ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ആളും UK വർക്ക് ചെയ്യാണ്. ആളിവിടെ നാട്ടിൽ ലോക്കറിൽ വെച്ച് പോയ സ്വർണം മുഴുവൻ ഞങ്ങൾക്ക് എടുത്ത് തരികയാണ് ഉണ്ടായത്. ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ എടുത്തു തന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചിട്ട് എന്ത്
ധൈര്യത്തിലാണ് ഞങ്ങൾക്ക് ആ സ്വർണ്ണം എടുത്തത്. ഇതൊക്കെ മാതാവാണ് ഞങ്ങൾക്ക് ഒരുക്കി തന്നത്. ആ സ്വർണം പണയം വെച്ചിട്ടാണ് ഞങ്ങളുടെ ഫണ്ട്, ഇവൾക്കുള്ള ഫണ്ട് തയ്യാറാക്കിയത്. അതിനുശേഷം ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോണിനുള്ള കാര്യങ്ങൾ നോക്കി. അപ്പം ഞങ്ങളുടെ ആധാരത്തിൽ ഞങ്ങളൊരു വേറൊരാൾക്ക് ആധാരം ലോൺ വെക്കാനായി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളുടെ പ്രത്യേകമായ സാഹചര്യം കൊണ്ട് ഇത് NFT സ്റ്റാറ്റസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാക്കടം എന്നുള്ളൊരു രീതിയിലേക്ക് ഞങ്ങളുടെ ആധാരം പോവുകയാണ്. അത് വേറൊരാൾ വഴിയാണെങ്കിലും വരുന്നതൊക്കെ ഞങ്ങളുടെ ആധാരത്തിൻ്റെ പപ്പയുടെ സിബിൽ സ്കോർ അങ്ങനെയുള്ളൊരു രീതിയിലേക്കാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങളൊരു എഡ്യൂക്കേഷൻ ലോൺ വെച്ചത് SBIയിലായിരുന്നു. അവിടെ വെച്ചത് റിജക്റ്റ് ആയിപ്പോയി. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഏത് ബാങ്കിൽ കൊണ്ടുപോയാലും ഇത് തന്നെയായിരിക്കും കണ്ടീഷൻ. അപ്പോൾ ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. കാരണം ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ. ഇവൾക്ക് ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 25 lakhs വേണം. ഇത് മൊത്തമായിട്ട് 25 lakhs വേണം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരാൾ വഴി അവിടെ ഇതിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ SBIയുടെ ഹെഡ് ഓഫീസിൻ്റെ എഡ്യൂക്കേഷൻ്റെ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ ഒരാളുടെ പരിചയപ്പെടുന്നതും ആൾ വീണ്ടും അപ്രൂവലിനായിട്ട് ഉള്ള കാര്യങ്ങൾ പേപ്പേഴ്സ് കുറച്ചും കൂടി സെറ്റാക്കി. ഇതിലൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ പേപ്പേഴ്സൊക്കെ കൊടുക്കുമ്പോൾ അവിടെ ആ ടേബിളിന് ചുറ്റും അവർ കാണാതെ, ഓഫീസേഴ്സ് കാണാതെ മാതാവിൻ്റെ ഉപ്പ് ഇടുമായിരുന്നു. അതേപോലെ തന്നെ വിശുദ്ധ തൈലം പുരട്ടിയിട്ടാണ്, രേഖകളിൽ പുരട്ടിയിട്ടാണ് ഞങ്ങൾ കൊടുക്കേണ്ടായിരുന്നത്. അങ്ങനെ കൊടുത്ത് അത് അപ്രൂവലായി, ഇത് ഞങ്ങൾക്ക് തരാമെന്നുള്ള രീതിയിലായി. പിന്നീട് അത് ലീഗലായിട്ടുള്ള മാറ്റേഴ്സ് കുറേ ഉണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഈ സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ പപ്പയുടെ അമ്മയുടെ സ്ഥലമാണ്. അപ്പോൾ ഇവരുടെ ചേട്ടനനിയന്മാരായിട്ട് കുറേ ആധാരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം അതിലും കുറേ ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ പട്ടയത്തിനായാലും പ്രത്യേകിച്ച് ഞങ്ങൾ 2005 പട്ടയത്തിന് വേണ്ടി അപ്ലൈ ചെയ്തായിരുന്നു ഒരു പ്രാവശ്യം. പക്ഷെ അത് വീണ്ടും പിന്നീട് പപ്പ ഗൾഫിലായിരുന്നു. അപ്പോൾ ഈ പപ്പ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പപ്പയ്ക്ക് അത് പോയി വാങ്ങാൻ പറ്റിയില്ല. അങ്ങനെ വന്നപ്പോൾ പിന്നീട് ഞങ്ങൾ ചെന്ന് ഇതിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് പട്ടയം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പട്ടയം ഇല്ലാണ്ട് എഡ്യൂക്കേഷൻ ലോൺ പാസ്സാക്കാനും പറ്റില്ല. അപ്പം ഞങ്ങൾ പട്ടയത്തിന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആദ്യം ഞങ്ങൾ തൃശ്ശൂർ ഉള്ള ഓഫീസിൽ പോയി. അവിടെ പോയപ്പോൾ അതിൻ്റെ രേഖകളൊന്നും 2005 അതൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി. അപ്പോൾ പഴയ രേഖകളൊന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പം നിങ്ങളിന്ന് ഇരിഞ്ഞാലക്കുട സിവിൽ സ്റ്റേഷനിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് ചോദിച്ചു. അവിടെ ഞങ്ങളിങ്ങനെ ഞാനും അമ്മയും കൂടിയാണ് പോയത്. അമ്മ അവിടെ ഉപ്പ് ഇട്ടിട്ടാണ് ഓഫീസിലേക്ക് കയറിയത്, ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസിലേക്ക് കയറിയത്. അപ്പോൾ അവിടെ ആദ്യം ചെന്ന് സംസാരിച്ചത് ഒരു സാറിൻ്റെ അടുത്തായിരുന്നു. ആ സാറ് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് പുതിയ പട്ടയം എന്ന രീതിയിൽ പുതിയതായി അപ്ലൈ ചെയ്യുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ പട്ടയത്തിൻ്റെ ആ ഇത് കിട്ടുകയും ഇവളുടെ എഡ്യൂക്കേഷൻ ലോണിലുള്ള കാര്യങ്ങളൊക്കെ ശരിയാകണം. ബാക്കി രേഖകളും അതിന് കുറേ രേഖകളുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഓരോ സ്ഥലത്തും മാതാവിൻ്റെ പ്രത്യേകമായ കരം അവിടെ ഞങ്ങൾക്ക് ശരിക്കും തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. കാരണം ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും എങ്ങനെയെങ്കിലും മാതാവ് അത് ഞങ്ങളെ വഴി നടത്തി കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ ഇവളുടെ വിസയുടെ കാര്യങ്ങളൊക്കെ ശരിയായി, വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തു. ഈ സമയം എൻ്റെ ഞാനൊരു വർക്ക് ഫ്രം ഹോമിൽ ജോലി ചെയ്യായിരുന്നു ഒരു കൊല്ലം. അത് ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് ഇരിക്കേണ്ടായിരുന്നത്. ഇവളുടെ കാര്യങ്ങൾക്ക് ഇവള് പ്രത്യേകിച്ചും സോഷ്യൽ വർക്കിൻ്റെ ഇതുകൊണ്ട് ഈ വർക്കിംഗ് അവേഴ്സ്, അതായത് വോളണ്ടിയർ വർക്ക്സിന് പോകണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനും അമ്മയും കൂടിയാണ് കൂടുതലായും ഇതിന് പോയിട്ടുണ്ടായിരുന്നു. ഈ ലീഗൽ പേപ്പേഴ്സ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാനും അമ്മയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ജോലി റിസൈൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ചോദിക്കും, നീ അനീതിയുടെ കാര്യത്തിന് നടന്നിട്ട് സ്വന്തം കാര്യം ശരിയാവാണ്ട് എന്താണ് ഈ നടക്കുന്നതൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ എനിക്കും ചെറുതായി വിഷമമുണ്ടായിരുന്നു. പക്ഷെ അവളുടെ കാര്യത്തിന് വേണ്ടി ഞാൻ അങ്ങനെ പോയി, അങ്ങനെ പോയി നടന്നു. അത് കഴിഞ്ഞ് ഇവളുടെ
ഓൾമോസ്റ്റ് ഞങ്ങളൊരു ഓഗസ്റ്റൊക്കെ ആയപ്പോൾ ഇതിൻ്റെ വിസയുടെ ഒക്കെ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ വരുമെന്നാണ് പറഞ്ഞത്. സെപ്റ്റംബറിൽ വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഏജൻസി പറഞ്ഞു ഇപ്പോൾ കുറച്ച് റഷാണ്, ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു സെപ്റ്റംബർ ലാസ്റ്റായിട്ട് ഒക്കെയാണ് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. ആ ശരി, ഓക്കെ ഞങ്ങളെന്ന് പറഞ്ഞു നിന്നു. പക്ഷേ ഇവള് വന്ന് സെപ്റ്റംബർ 7 വന്ന് ഉടമ്പടി പുതുക്കി, ഇവിടെ വന്ന് പുതുക്കി, 4ാമതായി പുതുക്കി. അത് കഴിഞ്ഞ് ഒരു അതായത് പിറ്റത്തെ വർക്കിംഗ് ഡേ, അതായത് 9-ാം തീയതി ഇവളുടെ വിസ ഇവൾക്ക് ലഭിച്ചു. ആ ആഴ്ച തന്നെ ഇവൾക്ക് അയർലാൻഡിൽ പോകാൻ കഴിഞ്ഞു. ഇതൊക്കെ മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 17th ക്ലാസ് തുടങ്ങുമായിരുന്നു അവിടെ. അപ്പോൾ 15th അവൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞു. അപ്പോൾ മാതാവ് എല്ലാം പ്ലാൻ ചെയ്ത് ഒരുക്കി വെച്ച പോലെയാണ് ഓരോ സ്റ്റെപ്പിലും. പിന്നെ അതേപോലെ തന്നെ അതിനുശേഷം അവിടെ ചെന്ന് അവൾക്ക് അവിടുത്തെ വിസയുടെ കാർഡുകൾ പുതുക്കാനായിട്ടുണ്ടായിരുന്നു. അതും ഓരോന്ന് ചെയ്ത് പിന്നീട് അവിടെ പാർട്ട് ടൈമിന് അന്വേഷിച്ചപ്പോൾ സോഷ്യൽ കെയർ വർക്കറായിട്ട് ഐറിഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ പാർട്ട് ടൈം ലഭിക്കുകയുണ്ടായി. പിന്നെ ഇതിന് ശേഷം ഇപ്പോൾ ഒരു മാസം ലീവിന് വന്നതാണിപ്പോൾ. അതിനുശേഷം ഇവൾ പോയതിന് ശേഷം ഞാൻ പതുക്കെ എൻ്റെ കാര്യങ്ങൾ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് അമ്മ പറഞ്ഞത്, എന്നാൽ നീ വിസിറ്റിംഗ് വിസയിൽ ദുബായിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഡിസംബർ 30 ഞാൻ ദുബായിലേക്ക് പോയി. ദുബായിൽ പോയിട്ട് അവിടെ ചെന്ന് ഒരു മാസം പല സ്ഥലത്തും ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇങ്ങനെ CVs കൊണ്ടുകൊടുക്കും, ഓൺലൈനിൽ അപ്ലൈ ചെയ്യും. കുറച്ചതൊക്കെ കോൾ കിട്ടും, കുറച്ച് ഫേക്ക് ആയിരിക്കും. അങ്ങനെ പല വിധത്തിൽ കോൾസും ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്ത് ഒരു മാസം കടന്നുപോയി. അങ്ങനെ എനിക്ക് ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ഒക്കെ ആയപ്പോൾ എൻ്റെ കസിൻ അവിടെയുണ്ട്. ചേട്ടൻ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് നീ CV കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിങ്ങനെ പോവാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടു കൊടുത്ത് ഞാൻ നോക്കിയപ്പോൾ 12 മണിക്ക് അവിടെ ദുബായ് പള്ളിയിൽ കുർബാനയുണ്ട്. അവിടെ അടുത്താണ്, കുറച്ച് നടന്നാൽ മതി. ഈ പറഞ്ഞ CV കൊടുത്ത കമ്പനിയുടെ തൊട്ടടുത്താണ്. അപ്പോൾ എന്തായാലും കുർബാനയ്ക്ക് പോവാമെന്ന് വിചാരിച്ച് ഞാൻ കുർബാനയ്ക്ക് പോയി. പുറത്തിറങ്ങിയപ്പോൾ ഒരു ആൻറ്റീനെ പുറത്ത് അവിടെ ബെഞ്ചും ഇരിക്കണ കണ്ടു. അപ്പോൾ ആൻറ്റിയുടെ കയ്യിൽ ഇവിടുന്ന് കൃപാസന മാതാവിൻ്റെ ആൻറ്റി ഇങ്ങനെ കൊന്ത ചെല്ലുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ മാതാവിനെ വിശ്വാസമുള്ള കൃപാസന മാതാവിൻ്റെ ഭക്തിയാണ്. എന്തായാലും ആൻറ്റിയുടെ അടുത്ത് പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ആൻറ്റിയുടെ അടുത്ത് പോയിരുന്നു. അങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ ആൻറ്റി ചോദിച്ചു, ഇങ്ങനെ മോള് ഉടമ്പടി എടുത്തതാണോ? അതെ ആൻറ്റി, ഇങ്ങനെ എൻ്റെ അനീതിക്ക് ഇങ്ങനെ ഉള്ള അനുഗ്രഹങ്ങൾ മാതാവ് തന്നു, ഈശോ തന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആൻറ്റി ചോദിച്ചു, ഇപ്പോൾ വിസിറ്റിങ്ങിലാണോ? അതെ വിസിറ്റിങ്ങിലാണ്, ഞാനിങ്ങനെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ CV കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, എൻ്റെ മോളുടെ കൂട്ടുകാരിയുടെ കമ്പനിയിലൊരു ഒഴിവുണ്ട്, ഇന്ന് കൊടുത്തു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി ആൻറ്റി, എന്നിട്ട് ആൻറ്റിക്ക് ഞാൻ CV അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇൻ്റർവ്യൂ കോൾ വന്നു. ഇൻ്റർവ്യൂ കോളിന് പോണതിന് മുമ്പ് ഞാൻ ഈ മാതാവിൻ്റെ വിശുദ്ധ തൈലം പുരട്ടിയിട്ട് നെറ്റിയിൽ പുരട്ടിയിട്ട് പിന്നെ തേനും കുടിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഇൻ്റർവ്യൂ കോൾ വന്ന് അവിടെ ഇൻ്റർവ്യൂ പാസ്സായി. ഫസ്റ്റ് റൗണ്ട് പാസ്സായി. സെക്കൻഡ് റൗണ്ടും അവർ വീണ്ടും വിളിച്ചു. അതെ, അപ്പോൾ 2 പേരെ സെലക്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ 2 പേർക്കും ഒരുമിച്ചാണ് ഇൻ്റർവ്യൂ നടത്തേണ്ടായിരുന്നത്. ഒരു ക്യാബിനിൽ ഞാൻ, മറ്റേ ക്യാബിനിൽ മറ്റേ ഒരു കുട്ടി, അങ്ങനെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ടേബിളിന് ചുറ്റും ആരും കാണാണ്ട് കുറച്ച് ഉപ്പ് തെളിച്ചു. അതേപോലെ തന്നെ തേനും കുടിച്ചു, വിശുദ്ധ തൈലം കൊണ്ട് കുരിശും വരച്ചു. അങ്ങനെ ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പം അപ്പുറത്തെ ക്യാബിനിൽ ആ കുട്ടിക്ക് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനിവിടെ കൊന്തെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഇൻ്റർവ്യൂ നടത്തി, അത് പാസ്സായി. ഇപ്പോൾ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അഡ്മിൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ
ഈ ജോലി എനിക്ക് മാതാവ് ശരിക്കും കാണിച്ചു തന്നതാണ്. മാതാവ് തന്നെയാണ് തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം അങ്ങനെ ആ സമയത്ത് എനിക്ക് പോവാൻ തോന്നിയതും പള്ളിയിൽ പോവാൻ തോന്നിയതും അവിടെ വെച്ച് ആൻറ്റീനെ എനിക്ക് ആ ആൻറ്റീനെ കാണിച്ചു തന്നതും മാതാവ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ അതിനുശേഷം ഞാൻ അവിടെ ദുബായിൽ ഞാൻ LSS എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്, അതായത് ലൈഫ് ഇൻ സ്പിരിറ്റ് സെമിനാർ ജീസസ് യൂത്തിൻ്റെ. അപ്പോൾ അതിന് പങ്കെടുക്കുകയും അതിൽ ഒരു 10 ആഴ്ചത്തെ കോഴ്സാണ്. ആ കോഴ്സിൽ പങ്കെടുത്തതിന് ശേഷം അവർ ഇങ്ങനെ ഏതെങ്കിലും ഒരു മിനിസ്ട്രിയിൽ ചേരണമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പറ്റില്ല. LSS എന്ന് പറയുന്നത് ഒരു 10 ആഴ്ച നീണ്ട കോഴ്സാണ്. അപ്പോൾ അതിലൊരു ടീം മെമ്പറായി ചേർന്നിട്ടുണ്ടെങ്കിൽ പല 10 ആഴ്ചകളിലും നമ്മളത് ചേരണം. പക്ഷേ എന്നാൽ അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, അത് കൊടുക്കണ്ട, വേറെ ഏതെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വേറെ ഒരു വെൽക്കം മിനിസ്ട്രിയിലും പിന്നെ ഒരു ലിറ്ററേച്ചർ മിനിസ്ട്രിയിലാണ് ഞാൻ പേര് കൊടുത്തത്. പക്ഷേ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഈ LSS ടീമിൽ നിന്ന് ഉള്ള ആൾക്കാർ, അവരുടെ ടീം മെമ്പേഴ്സ്, കോർഡിനേറ്റർ വിളിച്ചിട്ട് പറഞ്ഞു, സ്നേഹയുടെ പേരാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയത്, ടീമിൽ എടുക്കാനായിട്ട്, പുതിയ അംഗമായിട്ട് എടുക്കാനായിട്ട് ചേരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ദൈവം അവർക്ക് പ്രത്യേകമായി വെളിപ്പെടുത്തി കൊടുത്ത പേരാണ്. അപ്പോൾ എന്തായാലും ഞാൻ ചേരുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവരുടെ ടീം മെമ്പറാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള യൂത്തിനെ വിളിച്ചു കൂട്ടി അവർക്ക് ഈശോയെയും പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് കൗതാശികമായ ജീവിതമായാലും പരിശുദ്ധാത്മാവിനെ കുറിച്ചായാലും പറഞ്ഞു കൊടുക്കുന്ന ഒരു സെമിനാറാണ്. അപ്പോൾ അതിനൊരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം എനിക്ക് സന്തോഷമുണ്ട്. അവരോട് ഇങ്ങനെ പലരും പ്രത്യേകിച്ചും ദുബായിൽ പലരും പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ചിലർ ജോലിയില്ലാതെ, ചിലർ ജോലിയിൽ പ്രഷർ. എന്നാൽ ഇതൊക്കെ അവരൊക്കെ വിളിച്ചു കൂട്ടി അവരോട് സംസാരിച്ച് അവരുടെ ഈ ബുദ്ധിമുട്ടുകൾക്കും ഈ നിയോഗങ്ങൾക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന വഹിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച എങ്ങനെയായിരുന്നു ഞാൻ എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ ഇന്ന് വേറൊരു ഈശോയോട് അടുത്ത് ജീവിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം ഈശോ എനിക്ക് തന്നു. അതേപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ആ ടീമിലത്തെ LSS ടീമിലത്തെ മെമ്പർ എന്നോട് അവിടെ കാറ്റിസം പഠിപ്പിക്കാനായിട്ട് ഒഴിവുണ്ട്, അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് കയറുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ അവരവിടെ വിളിച്ചു. അപ്പോൾ ഞാൻ അവിടെ കാറ്റിസം പഠിപ്പിക്കുന്ന അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് 1ാം ക്ലാസ്സിൽ അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുദിനം കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളെ എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. പക്ഷെ ഇന്ന് അവിടെ ഈശോയോട് അടുത്തതിന് ശേഷം ഓരോ ദിവസം ഒരു ചെറിയ കാര്യം പോലാണെങ്കിലും ഈശോ എന്നെ വഴി നടത്തുന്നതും മാതാവ് ഈശോയും വഴി നടത്തുന്നതും അതേപോലെ തന്നെ എന്നെ പരിപാലിച്ചു കൊണ്ടുപോകുന്നതും എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. എനിക്കൊരിക്കലും എല്ലാ ദിവസവും നടന്നു പോകുന്നെന്നുള്ളൊരു രീതിയിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഓരോ നിമിഷവും ഈശോയും മാതാവ് എന്നെ പരിപാലിച്ചു കൊണ്ടുപോകുന്നത് എങ്ങനെ ഈ അമ്മയുടെ കൃപാസന മാതാവിൻ്റെ കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു ഫീലിംഗ് എനിക്കിപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ അമ്മയുടെ അവിടെ ചെന്നിട്ട് ക്ലൈമറ്റ് മാറിയിട്ട് പലവിധ രോഗങ്ങൾ, പനി അങ്ങനെ പോലെ പലവിധ രോഗങ്ങൾ. അപ്പോൾ അവിടെ ഇൻഷുറൻസ് കവറേജ് ഇല്ലാണ്ട് വളരെയധികം കോസ്റ്റ്ലിയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ മാതാവിൻ്റെ തൈലവും ഉപ്പും തേനും ഉപയോഗിച്ചാണ് എനിക്ക് സൗഖ്യം ലഭിച്ചിരുന്നത്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ അമ്മ കുറേ നാളായി, ഒരു 2-3 കൊല്ലമായി വെരിക്കോസ് വെയിൻ്റെ ഒരു പ്രോബ്ലത്തിൻ്റെ ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു വൂണ്ട് ഉണ്ടായി. പിന്നെ അത് വലുതായി വരികയായിരുന്നു. പിന്നീട് അമ്മ അത് എല്ലാ ദിവസവും വിശുദ്ധ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇതിപ്പോൾ പൂർണ്ണമായി ഇന്ന് ഞാനിപ്പോൾ വന്നിട്ട് 3 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കാണിച്ചു തരേണ്ടത് ഇത് മുഴുവൻ മുഴുവൻ സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരികയാണ് എനിക്കുണ്ടായത്.
പിന്നെ അതേപോലെ തന്നെ ഞാൻ 5 ദിവസം വന്നത് എമർജൻസി ലീവ് എടുത്തിട്ടാണ്. ഇവിടെ സാക്ഷ്യം പറയുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ അനിയത്തി 1 മാസത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും കൂടി വന്നാൽ സാക്ഷ്യം പറയാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ എമർജൻസി ലീവ് പ്രൊബേഷൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവർ എമർജൻസി ലീവ് തരില്ല, അനിയത്തീനെ കാണാൻ പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും തരില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് ആദ്യം ഞങ്ങളുടെ സാറ് പറഞ്ഞു തരാൻ പറ്റില്ല, അങ്ങനെ പറ്റില്ല, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിനു വേണ്ടി പ്രത്യേകം പ്രഭാത പ്രാർത്ഥനയിലായാലും പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് സാറിനോട് ചോദിച്ചു. അങ്ങനെ സാറ് 5 ദിവസത്തേക്ക് എനിക്ക് ലീവ് തന്നു. ഞാൻ ഈ വെള്ളിയാഴ്ച തിരിച്ചു പോവുകയാണ്. പിന്നെ ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് എല്ലാ ആഴ്ചയും ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. മുമ്പ് പപ്പ ഞങ്ങൾ ചീത്ത പറയായിരുന്നു, നിങ്ങളെന്താണ് ഇങ്ങനെ എല്ലാ ആഴ്ചയും ഇങ്ങനെ ചോറ് കൊണ്ടുപോകാൻ, ഇതന്നെയോ പണിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പപ്പ ചീത്ത പറയായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ പപ്പയാണ് അമ്മ പാക്ക് ചെയ്തിട്ട് പപ്പയാണ് പൊതിച്ചോറ് കൊണ്ടു കൊടുക്കുന്നത്. എല്ലാവരുടെയും ചാലക്കുടി പ്രദേശങ്ങളിൽ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഒരു അനാഥാലയം, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അനാഥാലയത്തിൽ എല്ലാ മാസവും ഒരു 4 ദിവസം ഞാൻ അവിടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനായാലും അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനായാലും പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള റെക്കോർഡ്സ് അതിനൊക്കെ വേണ്ടി ഞാൻ സഹായിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു വൃദ്ധസദനത്തിൽ അവിടെ ക്ലീൻ ചെയ്യാനും അവരുടെ ഇങ്ങനെ മുടി വെട്ടി കൊടുക്കാൻ ഒക്കെ അമ്മ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ദുബായിൽ അവിടെ യൂത്തിന് വേണ്ടി ജീസസിൻ്റെ യൂത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞുമക്കൾക്ക് ഈശോയെ പറഞ്ഞു കൊടുക്കാനും എനിക്കിപ്പോൾ കഴിയുന്നുണ്ട്. ഇതെല്ലാം ഈശോയും മാതാവും എനിക്ക് തന്ന അനുഗ്രഹമാണ്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും എൻ്റെയും എൻ്റെ കുടുംബത്തെയും ഈശോയും മാതാവും പരിപാലിച്ചു കൊണ്ടുപോവാണ്. ആ ഒരു വലിയൊരു അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും ഈ ജീവിതം മുഴുവൻ നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇനിയും എൻ്റെ ഈശോയോടും മാതാവോടും കൃപാസന മാതാവോടും ഒപ്പം ജീവിക്കാനായിട്ട് ഉള്ള കൃപയ്ക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഒരിക്കലും ഈ സന്നിധിയിൽ നിന്ന് അകന്നു പോകരുതേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഇത്രയധികം ഞങ്ങളെ അനുഗ്രഹിച്ച ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി.